ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ലോ ഓഫ് ഏജൻസിയാണ്. അതായത് ഏജൻസി ലോ എന്ന് പറയും. നമുക്കതിനകത്ത് പഠിക്കാനുള്ള പ്രധാനമായിട്ടും ഇതൊരു സ്പെഷ്യൽ കോൺട്രാക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 10th ചാപ്റ്ററിൽ പറയുന്നൊരു കാര്യമാണ് ഈ ലോ ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. എന്താണ് ഏജൻസി അഥവാ ഏജൻസി ലോ അഥവാ എന്താണ് ഏജൻറ്റ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഏജൻസി ലോ അഥവാ ലോ ഓഫ് ഏജൻസി എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസെപ്റ്റ്, ഇതിനകത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പീപ്പിൾ പെർഫോം ആക്ടിവിറ്റീസ് ത്രൂ അതേഴ്സ്. അതായത് മറ്റുള്ള ആളുകളെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ജോലി നമ്മുടെ തിരക്ക് മൂലമോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ എല്ലായിടത്തും എത്താൻ സാധിക്കാതെ വരുന്നതുകൊണ്ടോ ഒക്കെ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ആ വർക്ക് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ജോലി മറ്റൊരാൾ മുഖാന്തരം നമ്മളത് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ലോ ഓഫ് ഏജൻസി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അപ്പോൾ പീപ്പിൾ പെർഫോം ആക്ടിവിറ്റീസ് ത്രൂ അതേഴ്സ്, മറ്റുള്ളവരെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുക. ഇവിടെ ഈ ലോ ഓഫ് ഏജൻസി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് പീപ്പിളിനെയാണ്. അതായത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ, അവർക്ക് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. എല്ലായിടത്തും ഓടിച്ചെന്ന് അവർക്ക് ജോലി ചെയ്യാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അവർ ചില ഏജൻസികളെ ഇത് ഏൽപ്പിക്കുന്നു. ഈ ഒരു ജോലി, അവർ ചെയ്യേണ്ട ജോലികൾ അവരൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നു. അഥവാ അത് വർക്ക് ചെയ്യുന്ന ഒരു ഏജൻറ്റ് ആയിരിക്കും, ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യാനൊരു ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നു. ഇവർ ചെയ്യേണ്ട ജോലികളെല്ലാം അഥവാ ഇവരായിട്ട് തന്നെ നിന്ന് ആ ജോലികളെല്ലാം ചെയ്യുന്നു. അതാണ് ലോ ഓഫ് ഏജൻസി എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ബിസിനസ് പീപ്പിളാണിത് കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ദ ബിസിനസ് പീപ്പിൾ പെർഫോം ദെയർ ആക്ടിവിറ്റീസ് ത്രൂ അതർ പീപ്പിൾ, അല്ലെങ്കിൽ മറ്റ് ഉള്ള ആളുകളെ കൊണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യുന്ന വർക്കുകളെയാണ് നമ്മൾ ലോ ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ആ വർക്ക് ചെയ്യിക്കുന്ന ആൾ, ആ ബിസിനസ് പീപ്പിൾ. നമ്മളിപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ ബിസിനസ് പീപ്പിൾ ആണെങ്കിൽ ആ വർക്ക് ചെയ്യിക്കുന്നയാളും പിന്നെ അത് ആരെയാണോ ഏൽപ്പിക്കുന്നത്, ചെയ്യാൻ ഏൽപ്പിക്കുന്ന ആളാര്, ആ രണ്ട് വ്യക്തികളാണ് ലോ ഓഫ് ഏജൻസിയുടെ പ്രധാനപ്പെട്ട പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് ആ ബിസിനസ് പീപ്പിൾ. അതായത് ആ വർക്ക് ചെയ്യിക്കുന്നയാൾ, അയാളെ നമുക്ക് പ്രിൻസിപ്പാൾ എന്ന് വിളിക്കാം. ദർ ഇസ് എ പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻറ്റ്. ആരെ കൊണ്ടാണ് ആ വർക്ക് ചെയ്യിക്കുന്നത് അയാളെ നമ്മൾ ഏജൻറ്റ് എന്ന് വിളിക്കും. സോ ദർ ഇസ് എ പ്രിൻസിപ്പാൾ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ഇൻ ലോ ഓഫ് ഏജൻസി. അപ്പോൾ ഒരു ഏജൻസി ലോ എന്ന് പറയുന്നതിൽ പ്രധാനമായും വരുന്നത് പ്രിൻസിപ്പാൾ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അതായത് പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് ആ വർക്ക് ചെയ്യിക്കുന്നയാളും ആരെ കൊണ്ടാണ് ആ വർക്ക് ചെയ്യിക്കുന്നത് അയാളെ ഏജൻറ്റ് എന്ന് വിളിക്കുന്നു. സോ പ്രിൻസിപ്പാൾ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് ഒരു ബിസിനസ് പീപ്പിൾ, പിന്നെ അയാൾ ചെയ്യിക്കുന്ന ആ ഏജൻറ്റ്, ആ രണ്ട് വ്യക്തികൾ പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻറ്റ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് പ്രിൻസിപ്പാൾ ഏജൻറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. ദെൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഇത് ഇൻക്ലൂഡ് ചെയ്തത് ചാപ്റ്റർ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ഈ ലോ ഓഫ് ഏജൻസി എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ പ്രത്യേകം നോട്ട് ചെയ്യുക. ചാപ്റ്റർ 10 10ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 10ാമത്തെ ചാപ്റ്ററിലാണ് ലോ ഓഫ് ഏജൻസി ഉള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മറ്റൊരു വ്യക്തിയെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നതിന് ബിസിനസ് പീപ്പിൾ പെർഫോം ദെയർ ആക്ടിവിറ്റീസ് ത്രൂ അതേഴ്സ്, ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുമാണ് ലോ ഓഫ് ഏജൻസി ഉണ്ടായിട്ടുള്ളത്. പ്രധാനപ്പെട്ട വ്യക്തികൾ, പാർട്ടീസ് ഇൻക്ലൂഡ് ആയിരിക്കും, ഈ ഒരു കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻ്റ് ആണ്. ദർ ഇസ് എ പ്രിൻസിപ്പാൾ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡഡ് ഇൻ ചാപ്റ്റർ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. The next is what is the definition in principal and agent? A principal is a person for whom such act is done or who is so represented. ഒരു വ്യക്തി ആരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആര് ചെയ്യേണ്ട ജോലിയാണ് ആ ഏജൻറ്റ് ചെയ്യുന്നത്, അയാളെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പാൾ. എന്താണ് ആ ഒരു ഡെഫിനേഷനകത്ത് പറയുന്നത്? എ പേഴ്സൺ ഫോർ ഹും സച്ച് ആക്ട് ഈസ് ഡൺ ഓർ ഹൂ ഈസ് സോ റെപ്രസെൻറ്റഡ്. ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ആ വർക്ക് ചെയ്യുന്നത്, ആ വ്യക്തിയെ പറയുന്ന പേരാണ് പ്രിൻസിപ്പാൾ. സോ പ്രിൻസിപ്പാൾ ഇസ് എ പേഴ്സൺ ഫോർ ഹും സച്ച് ആക്ട് ഈസ് ഡൺ ഓർ ഹൂ ഈസ് സോ റെപ്രസെൻറ്റഡ്. ഹൂ ഈസ് ആൻ ഏജൻറ്റ്? Under section 182 defines an agent a person employed to do
any act for another or to represent another in dealing with the third persons. A person employed to do any act for another. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നൊരു ജോലി, അതാരാണ് ചെയ്യുന്നത്? അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ആരാണ് ഒരു ജോലി ചെയ്യുന്നത്? എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ ഓർ ടു റെപ്രസെൻറ്റ് അനദർ. മറ്റൊരാളെ റെപ്രസെൻറ്റ് ചെയ്യുന്നയാൾ, വേറൊരു വ്യക്തിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നയാൾ. ഇൻ ഡീലിംഗ് വിത്ത് ദ തേർഡ് പേഴ്സൺ, അതായത് മൂന്നാമതൊരു വ്യക്തിയുമായി ഡീൽ ചെയ്യുമ്പോൾ അതിൽ മറ്റൊരു വ്യക്തിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആരാണോ വരുന്നത്, അതായത് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഒരു ബിസിനസ് പേഴ്സൺ അയാളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഏജൻറ്റിനെ അയക്കുകയാണ് ഒരു ബിസിനസ് ഡീലിങ്സിന് വേണ്ടി. അപ്പോൾ ആ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആളാരാണോ അയാളെയാണ് ഏജൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ആരാണോ ജോലി ചെയ്യുന്നത് അയാളാണ് ഏജൻറ്റ്. അണ്ടർ സെക്ഷൻ 182, സെക്ഷൻ മറന്നു പോകരുത്, സെക്ഷൻ 182 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 അതിലാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ ഓർ ടു റെപ്രസെൻറ്റ് അനദർ ഇൻ ഡീലിംഗ് വിത്ത് ദ തേർഡ് പേഴ്സൺസ്. മറ്റ് മൂന്നാമത് ഉള്ള ആളുകളുമായി ഒരു ഡീലിങ്സ് ഉണ്ടെങ്കിൽ അതിൽ ആരാണോ റെപ്രസെൻറ്റ് മറ്റൊരാൾ. ഹു ക്യാൻ ബി എ പ്രിൻസിപ്പാൾ? ആർക്കൊക്കെ പ്രിൻസിപ്പൾ ആകാൻ സാധിക്കും? ഒരു പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് ലോ ഓഫ് ഏജൻസി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പാൾ ഏജൻറ്റ് റിലേഷൻഷിപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ് പ്രിൻസിപ്പാൾ ആകാൻ യോഗ്യതയുള്ളവർ? എനി പേഴ്സൺ ഹു ഹാസ് ലീഗൽ കപ്പാസിറ്റി ക്യാൻ ബി എ പ്രിൻസിപ്പാൾ. അപ്പോൾ ഒരു പ്രിൻസിപ്പാൾ ആകാൻ പറയുന്ന യോഗ്യത എന്ന് പറയുന്നത് എനി പേഴ്സൺ ഹു ഹാസ് ലീഗൽ കപ്പാസിറ്റി, ഏതൊരു വ്യക്തിയും, അതായത് ലീഗൽ കപ്പാസിറ്റിയുള്ള ഏതൊരു വ്യക്തിയും എന്ന് വെച്ചാൽ നിയമപരമായി നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് പ്രിൻസിപ്പാൾ ആകാൻ കഴിയും എന്നാണ് പറയുന്നത്. എനി പേഴ്സൺ ഹു ഹാസ് ലീഗൽ കപ്പാസിറ്റി മേ ബി ക്യാൻ ബി എ പ്രിൻസിപ്പാൾ. അപ്പോൾ ഒരു പ്രിൻസിപ്പാൾ ആകാനായിട്ട് ഒരു വ്യക്തിക്ക് ലീഗൽ കപ്പാസിറ്റി ഉണ്ടായാൽ മതി, നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായാൽ മതി. എന്താണ് നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള വ്യക്തി? who are the legal capacity persons എന്ന് നമ്മൾ നോക്കാം. എ സൗണ്ട് മൈൻഡ് പേഴ്സൺ ഇസ് എ ലീഗൽ കപ്പാസിറ്റി പേഴ്സൺ. ലീഗൽ കപ്പാസിറ്റി ഉള്ള വ്യക്തി എന്ന് പറയുന്നത് അയാളൊരു സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കണം. ഒരു തരത്തിലും മാനസിക വൈകല്യമുള്ള ഒരു വ്യക്തി ആയിരിക്കരുത്, ഒരു സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കും. എല്ലാ തരത്തിലും മാനസികാരോഗ്യം ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു നിയമം അനുശാസിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതായത് നിയമപരമായിട്ട് അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, അയാൾ സൗണ്ട് മൈൻഡ് പേഴ്സൺ ആണ് എന്നുള്ള ഒരു സർട്ടിഫൈഡ് ചെയ്തൊരു കോടതി സർട്ടിഫൈഡ് ചെയ്തൊരു വ്യക്തി, അതാണ് ലീഗൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം നിയമം അനുശാസിക്കുന്ന തരത്തിൽ ഒരു സൗണ്ട് മൈൻഡ് പേഴ്സൺ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേ ഫീച്ചേഴ്സ് എല്ലാം കൂടിയുള്ളൊരു വ്യക്തി ഒരു സൗണ്ട് മൈൻഡ് പേഴ്സൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു പ്രിൻസിപ്പാളാകാൻ കഴിയും. അയാൾക്ക് ഒരു ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആളാണ്. ആ ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരാളാകണമെന്നുണ്ടെങ്കിൽ അയാളൊരു സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഒരു ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഏജ് ഓഫ് മെജോറിറ്റി. അയാൾക്ക് മെജോറിറ്റി, അതായത് മേജർ ആയിരിക്കണം, ആ വ്യക്തി ഒരു മേജറായ വ്യക്തിയായിരിക്കണം. 18 വയസ്സ് പൂർത്തിയായ, നിയമപരമായി പറയുന്ന കണക്കനുസരിച്ച് 18 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒരു ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയും. അയാൾക്ക് പ്രിൻസിപ്പാളായിരിക്കാനും ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാനും കഴിയും. അതായത് ഒരു പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് ലീഗൽ കപ്പാസിറ്റി, ഹു ഹാസ് ദ ലീഗൽ കപ്പാസിറ്റി പേഴ്സൺ ഹു ഹാസ് ലീഗൽ കപ്പാസിറ്റി. ലീഗൽ കപ്പാസിറ്റിയുള്ള ഏതൊരു വ്യക്തിയെയും നമുക്ക് പ്രിൻസിപ്പാൾ എന്ന് പറയാം. ആ ലീഗൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഹി ഷുഡ് ബി എ സൗണ്ട് മൈൻഡ് പേഴ്സൺ ആൻഡ് ഹി ഹാസ് ഏജ് ഓഫ് മെജോറിറ്റി. അയാൾക്ക് ഏജ് ഓഫ് മെജോറിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് പ്രിൻസിപ്പാളാകാനുള്ള യോഗ്യത. അപ്പോൾ ആർക്കൊക്കെ പ്രിൻസിപ്പാളാകാം എന്ന് ചോദിച്ചാൽ എനി പേഴ്സൺ ഹു ഹാസ് ലീഗൽ കപ്പാസിറ്റി ആൻഡ് എനി ഫേംസ്, പാർട്ണർഷിപ്പ് ഫേംസ്, കോർപ്പറേറ്റീവ് സെക്ടേഴ്സ് ആൻഡ് അതർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ഗവൺമെൻറ് സെക്ടറിലുള്ള സ്ഥാപനങ്ങൾ, ഇവയ്ക്കെല്ലാം എന്താകാൻ കഴിയും? പ്രിൻസിപ്പാളാകാൻ കഴിയും. കാരണം ഇവയെല്ലാം നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. അപ്പം ഇത്തരം സ്ഥാപനങ്ങൾക്കെല്ലാം പ്രിൻസിപ്പാളാകാൻ കഴിയും. ഇത്തരം സ്ഥാപനങ്ങൾക്കെല്ലാം ഏജൻറ്റുകളെ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയും.
ഈ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെയും ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും. ഹൂ ക്യാൻ ബി ആൻ ഏജൻറ്റ്? ഒരു ഏജൻറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കണം? എനി പേഴ്സൺ മേ ബിക്കം ആൻ ഏജൻറ്റ്. ഏതൊരു വ്യക്തിക്കും ഏജൻ്റ് ആകാൻ കഴിയും, ഇൻക്ലൂഡിങ് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ഓർ മൈനർ. മൈനർ ആയാലും അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആണെങ്കിലും ഒരു വ്യക്തിക്ക് ഏജൻ്റ് ആവാൻ കഴിയും. അതേസമയം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഒരു വ്യക്തി അൺസൗണ്ട് മൈൻഡ് ആണ് അല്ലെങ്കിൽ അയാൾ മൈനറാണ് എന്നറിഞ്ഞുകൊണ്ട് ഒരു പ്രിൻസിപ്പാൾ അയാളെ ഏജൻ്റായി നിയമിക്കുകയാണ്. എന്നാൽ ആ വ്യക്തി, ആ ഏജൻറ്റ് ചെയ്യുന്ന യാതൊരു പ്രവൃത്തികൾക്കും എല്ലാ പ്രവൃത്തികൾക്കും ഉത്തരവാദിത്തം ഏൽക്കേണ്ടത് പ്രിൻസിപ്പാളാണ്. എന്ന് വെച്ചാൽ ഈ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ അഥവാ മൈനർ ആയ ഒരാളെ ഒരു പ്രിൻസിപ്പാൾ ഏജൻ്റായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പ്രിൻസിപ്പാൾ ഉത്തരവാദിത്തം ഏൽക്കേണ്ടതായി വരും. അതേപോലെ തന്നെ തിരിച്ചും പ്രിൻസിപ്പാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏജൻറ്റ് ഉത്തരവാദിയായിരിക്കുകയുമില്ല. അതാണ് ഒരു ഏജൻറ്റ് അൺസൗണ്ട് മൈൻഡ് ആയാലോ അല്ലെങ്കിൽ മൈനർ ആയാലോ ഉള്ള പ്രത്യേകത. അങ്ങനെയുള്ള വ്യക്തികളെ പ്രിൻസിപ്പാളിന് ഏജൻ്റായി വയ്ക്കാവുന്നതാണ്. പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ മൂലം എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അത് പ്രിൻസിപ്പാൾ ഏൽക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കാനുള്ള കഴിവ് പ്രിൻസിപ്പാളിനുണ്ടായിരിക്കണം. അതിൻ്റെ മുഴുവൻ ചുമതലയും പ്രിൻസിപ്പാളിനായിരിക്കും. അതേപോലെ തന്നെ പ്രിൻസിപ്പാൾ മുഖാന്തരം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രിൻസിപ്പാളിൽ നിന്നും ഉണ്ടാകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നഷ്ടങ്ങളുണ്ടായാൽ അതൊരിക്കലും ആ അൺസൗണ്ട് മൈൻഡായ അല്ലെങ്കിൽ മൈനറായ ഏജൻറ്റ് ഏൽക്കുകയില്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം പ്രിൻസിപ്പാൾ ഏൽക്കേണ്ടതാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഏജൻറ്റ് ആകാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, എനി പേഴ്സൺസ് ക്യാൻ ബിക്കം an agent, but the principal should be take the responsibility of these persons. ഈ പേഴ്സൺസിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഈ പ്രിൻസിപ്പാൾ ഏറ്റെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. എഗ്രിമെൻറ്റ്, there should be an agreement. There has an agreement between the principal and agent. ഒരു ഏജൻറ്റ് പ്രിൻസിപ്പാളും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം. സാധാരണ ഏതൊരു കോൺട്രാക്റ്റ് പോലെ തന്നെയും ഇതിന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ സവിശേഷത. 2, ഇൻറ്റൻഷൻ ടു റെപ്രസെൻറ്റ് പ്രിൻസിപ്പാൾ. ഒരു പ്രിൻസിപ്പാളിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒരു ഏജൻറ്റിനെ നിർബന്ധപൂർവം ഒരു റെപ്രസെൻറ്റ് അല്ലെങ്കിൽ അയാളെ റെപ്രസെൻറ്റ് ചെയ്യാൻ, അയാളെ ഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഏജൻറ്റിന് ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം ടു റെപ്രസെൻറ്റ് പ്രിൻസിപ്പാൾ. ഒരാളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് അയാൾക്ക് തന്നെ സ്വയം ഒരു ഇൻറ്റൻഷൻ, ഒരു സമ്മതം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു വ്യക്തിയെ ഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. 3, കൺസിഡറേഷൻ നോട്ട് നെസസറി. ലൈക്ക് അതർ കോൺട്രാക്ട്സ് ദർ ഇസ് നോട്ട് നെസസറി ഇൻ കൺസിഡറേഷൻ ഇവിടെ നെസസറി അല്ല. ഈ ഒരു ഏജൻസി കോൺട്രാക്റ്റിൽ, മറ്റ് കോൺട്രാക്റ്റുകളിലെല്ലാം തന്നെ കൺസിഡറേഷൻ ഒരു മസ്റ്റായ കാര്യമാണ്. പക്ഷേ ഇവിടെ ഏജൻസിയിൽ കൺസിഡറേഷൻ, പ്രതിഫലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് നെസസറി. ദെൻ കപ്പാസിറ്റി ടു എംപ്ലോയ് ആൻ ഏജൻറ്റ്. ഒരു ഏജൻറ്റിനെ എംപ്ലോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതായത് ആ ഒരു പ്രിൻസിപ്പാളിന് ഒരു ഏജൻറ്റിനെ നിയമിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതായത് നിയമപരമായി അയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അയാളൊരു പ്രിൻസിപ്പാൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കണം, മേജർ ആയിരിക്കണം എന്നീ 2 പ്രത്യേകതകളുണ്ട്. അപ്പോൾ അയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഒരു ഏജൻറ്റിനെ എംപ്ലോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ടായിരിക്കണം. കാരണം അയാൾ ആ ഏജൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം റെസ്പോൺസിബിളായ വ്യക്തി എന്ന് പറയുന്നത് പ്രിൻസിപ്പാളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രിൻസിപ്പാളിന് അയാളെ എംപ്ലോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ദെൻ 5ാമത്തത്, എനി പേഴ്സൺ ക്യാൻ ബിക്കം ആൻ ഏജൻറ്റ്. ഏതൊരു വ്യക്തിക്കും ഏജൻ്റ് ആകാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആയാലും മൈനർ ആയാലും അയാൾക്ക് ഏജൻ്റ് ആകാൻ കഴിയും എന്നുള്ളതാണ് ഏജൻസി ലോയുടെ പ്രത്യേകത. അപ്പം ഈ 5 ഫീച്ചേഴ്സാണ് ഏജൻസി ലോയ്ക്കുള്ളത്. എഗ്രിമെൻറ്റ്, there should be an intention to represent principal, consideration is not necessary, then capacity to employ an agent, any person can become an agent.